ഹായ്, അസ്സലാമലൈക്കും. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. ഞാനിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് മത്തം കൊണ്ടൊരു പുതിയ വെറൈറ്റി പായസം ഉണ്ടാക്കാൻ. ഇത് കട്ട് ചെയ്ത് കഴുകി വരട്ടെ. അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീഡിയോയിലേക്ക് പോകാം. മത്തനൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിൽ അരിപ്പൊടി പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അത് ഒരു 1.5 സ്പൂണ് വെള്ളത്തിൽ കലക്കിയതാണ്. അത് ഇതിൽ പാർന്ന് കൊടുക്കുന്നില്ല. പാലും തോന്നി നമ്മൾ ചേർക്കില്ലല്ലോ. മത്തൻ കറിയാണ്. കുറേ ആദ്യമൊക്കെ നമ്മളെല്ലാവരും ഇഷ്ടംപോലെ കഴിച്ചതാണ്. ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ മത്തൻ കറി കഴിക്കാത്ത ഉണ്ടാവില്ല. ഇപ്പം ആരും ഉണ്ടാക്കൂല, കഴിക്കൂല. ഒക്കെ ഷുഗർ, മധുരം പറ്റൂല, ഉപ്പ് പറ്റൂല, അങ്ങനെയുള്ള ഇതല്ലേ. പിന്നെ ഇപ്പം മക്കൾക്ക് അങ്ങനത്തെ ഒന്നും പറ്റൂല, ഇഷ്ടം ഉണ്ടാവില്ല. അവർക്ക് വേറെ പുതിയ ഐറ്റംസ് അല്ലേ ഇഷ്ടം ഉണ്ടാവുക. ഇതൊന്നും ആരും കഴിക്കൂല. ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളൊന്നും കഴിക്കൂല. ആദ്യമൊക്കെ നമ്മളൊക്കെ നാട്ടിൽ മത്തനുണ്ടായി, പച്ചക്കറി ഇല്ല, മത്തനെ കുഴിച്ചിട്ട് ആൾക്കാരുണ്ടെങ്കിൽ ഒരു മത്തം പഴുപ്പിക്കും. അതിന് കഷ്ണം വെട്ടി എല്ലാവർക്കും അടുത്തുള്ള കുട്ടികൾ കൂടിയൊക്കെ കൊടുക്കും. അന്നൊരു കൊല്ലത്തിലൊരു പ്രാവശ്യം നമ്മളത് ഉണ്ടാക്കും. മത്തൻ കറി ഭയങ്കര ടേസ്റ്റാണ്. ഇതിൽ ഒരു എണ്ണയും മെഴുക്കൊന്നും ചേരുന്നില്ലല്ലോ. ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണ്. എനിക്കതിന് വെല്ലൊരു കെച്ചും പാർന്ന് കൊടുക്കുകയാണ്. ആദ്യമൊക്കെ മത്തൻ കറി പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ് ഈ മത്തൻ കറി കഴിക്കാൻ. ഉണ്ടാക്കൂല, കഴിക്കൂല. അപ്പം ആരും പറഞ്ഞും കൂടി കേൾക്കില്ല ആരും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നു. പഴുത്ത മത്തം കിട്ടിയാൽ പഴയ ആൾക്കാരെ വിഭവമാണ് ഇതൊക്കെ. പണ്ടിലെ ആൾക്കാർക്ക് അവരുണ്ടാക്കുന്ന ഇതാണ് മത്തൻ കറി. വല്ല മക്കൾക്ക് എന്താന്ന് തന്നെ അറിയില്ല. ഇതിലേക്ക് ഞാൻ അരി വാട്ടി, നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടൂലേ, അങ്ങനെ വാട്ടിയിട്ട് അതിലിങ്ങനെ ഇതിങ്ങനെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ കുടിക്കുമ്പോൾ അത് ഓൾറെഡി അരി വന്നതാണ്. പൊടി നല്ല വേവിച്ചിട്ടാണ്. മധുരം ബാലൻസ് ചെയ്യാനല്ലേ സോപ്പ്. അതായത് നമ്മളെ മത്തൻ കറി സൂപ്പറായി റെഡി വന്നിട്ട് ലാസ്റ്റ് ഇത് തേങ്ങ ചിരകി വെച്ചത്, ഒരു മുറി തേങ്ങ ചിരകി വെച്ചത്. നമ്മൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കണ്ടേ. പോലെ മത്തൻ കറി ഉണ്ടാക്കി കഴിക്കൊണ്ട് ഈ മത്തൻ കിട്ടിയാൽ നമ്മൾ കറികളും മത്തൻ കൂട്ടാനൊക്കെ ഉണ്ടാക്കും. അതിൽ അതേപോലെ ഒരു മത്തൻ കറി ഉണ്ടാക്കി കഴിക്കൊണ്ടു നല്ല ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും.